കാത്തിരുന്ന ഇന്ത്യൻ 2 അങ്ങനെ റിലീസ് ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വനിതാ വിനീതയിലാണ്. അപ്പോൾ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇന്ത്യൻ 2 എങ്ങനെ ഇരിക്കുന്നത്, പ്രതീക്ഷ അത്രയും വിജയിച്ചോ എന്നുള്ളത്. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം. ഞാൻ ആദ്യം വെച്ച് സീറ്റ് കൊള്ളായിരുന്നു, രണ്ടാമത് പപ്സും നല്ലായിരുന്നു. സൂപ്പർ ആയിരുന്നു, മാസ് ആയിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു, എല്ലായിരുന്നു അടിപൊളി. കമലാസറെ ഗംഭീര മീൻസ് സേനാപതിയുടെ ഒരു സെക്കൻഡ് പാർട്ടിൽ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ഒക്കെ ഉണ്ട്, ഐ മീൻ മാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിന് പാർട്ട് 3 വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒത്തിരി ഇഷ്ടമാണ്. ഇല്ല അത് വന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിലൊന്നും അത്ര വലിയ, അതായത് ഇന്ത്യൻ 1 അറിയാലോ, നമുക്ക് ഒത്തിരി മ്യൂസിക് നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ മ്യൂസിക്കിലോട്ട് വരുമ്പോൾ ഇതെല്ലാം അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് വളരെ ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. സിദ്ധാർത്ഥൊക്കെ നൈസായിരുന്നു. അതായത് ഇപ്പോഴും ഈ യങ് ആയിട്ടുള്ള ആ ഒരു പണ്ട് നമ്മൾ ബോയ്സ് സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു തിരിച്ചു വരവ് പോലെ, ഐ മീൻ യങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പാട്ട് യെസ് കറക്റ്റ് ആണ്. അതെ, സോഷ്യൽ റെലവൻസ് ഇപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് ഇത് കണ്ടിട്ട് ഇനിയിപ്പം നമ്മള് എന്താ പറയാ കം ബാക്ക് അല്ലല്ല, അത് കം ബാക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ കറന്റ് സിറ്റുവേഷനിൽ നമ്മൾ വേണമെങ്കിൽ ഒന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ടിട്ട് വരാം. അതുപോലെ ഗോ ബാക്ക് എന്ന് പറയുന്നുണ്ട്. അലവൻസ് പുറത്ത് പറയുന്നതല്ല, എന്നാലും ലൈക്ക് നിങ്ങൾ സിനിമ കണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? തിരിച്ചു വയ്ക്കാൻ അടിപൊളിയായിരുന്നു. റെലവൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ തന്നെ ഒരു ടാഗ് ഇട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. AI അത് നമുക്കൊരു പുതിയൊരു മാറ്റമാണ്. അതായത് നമ്മുടെ ഈ ഒരു സിനിമയിലോട്ട് ഇനിയിപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് വന്നല്ലോ. ഇനി നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഇനി ഇതെല്ലാവരും ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു മുമ്പോട്ട് വരുന്ന ഒരു മാറ്റമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കും. നല്ലതാണ്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ലൈക്ക് എനിക്ക് അറിയില്ല, അത് നമുക്ക് കാണാം. നല്ലതായിരിക്കാം. കമൽഹാസ് സാറ് അടിപൊളിയായിരുന്നു, തെറ്റായിരുന്നു, ഭയങ്കര മാസായിരുന്നു, 1 പോലെ തന്നെയായിരുന്നു. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. നമ്മുടെ കമൽഹാസന്റെ ഒരു കംബാക്ക് ആണ്. ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണിക്കുന്നു. ചിലർക്ക് ഇഷ്ടപ്പെടാവും കൂടില്ല, ചിലർക്ക് വർക്കാവും. നമുക്ക് വർക്കായി. അപ്പൊ എല്ലാം തിയേറ്ററിൽ കാണേണ്ട ഒരു കമൽഹാസന്റെ ചിത്രമാണ്. താങ്ക് യു. അത്രയ്ക്ക് വെയിറ്റിംഗ് ആണ്. അവിടെ വന്ന് കണ്ടിട്ട് പോരാ. ഉറങ്ങിയതോടെ വന്നായിരുന്നു. നല്ലോണം, അതായത് ഇഷ്ടമായി. അത് ഇതിന്റെ ടൈലൻഡ് എന്ന് പറഞ്ഞ ടൈലൻഡാണ് കാണേണ്ടത്. അതിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞ ഇന്ത്യൻ 3 എന്ന് പറഞ്ഞ് ചെയ്ത് വെയിറ്റിംഗ് ആണ്. എന്തായാലും ഇടുക്കി അത് അതേപോലെയാണ് ക്ലൈമാക്സ് കൊണ്ട് നിർത്തിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇന്ത്യൻ 1ന്റെ ആ ഒരു, അതായത് അത് കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ട്. അത് ശരിക്കും ഈ ഇന്ത്യൻ 2-ല് നമുക്ക് അറിയാൻ പറ്റി. ഇപ്പൊ ശങ്കർ, അതായത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ഇതിനെ എല്ലാവരും എതിരെ കൊണ്ടുവന്ന് നിർത്തി ആ സംഭവമൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. പടം അടിപൊളി. കാരണം നമ്മള് ഇന്ത്യൻ 2 കാണാൻ വേണ്ടി രാവിലെ വന്നതാണ്. പടം നമ്മളെ പ്രതീക്ഷകളെ വേറെ ലെവലിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞ ഒരു സിനിമ. പാട്ടാണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും എല്ലാം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ശങ്കർ സാറിന് വീണ്ടും ഒരു പൊന്ത് ഇന്ത്യൻ 2. പിന്നെ കമലസാറിനെ കുറിച്ച് പറയുന്നത് സകലകല വല്ലവല്ലേ. അദ്ദേഹത്തിന്റെ ആ താത്ത ജനങ്ങൾ ഏറ്റെടുത്ത്, നേരത്തെ ഇന്ത്യൻ ഫസ്റ്റ് ഏറ്റെടുത്താണ്, ഇന്ത്യൻ സെക്കൻഡ്. അടിപൊളി, വേറെ ലെവലാണ്. നല്ലൊരു സിനിമ. അടിപൊളി, കുഴപ്പമില്ല, വലിയ ഗുണമൊന്നുമില്ല. നല്ല പടമാണ്, കുഴപ്പമില്ല, നല്ല പടമാണ്. കൊള്ളായിരുന്നു, വലിയ രസമൊന്നുമില്ല, വലിയ സുഖമൊന്നുമില്ല. നൈസ്. സേനാപതി സൂപ്പർ. സേനാപതി പവർ കൂടിയാണ്.